വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. പെരിന്തൽമണ്ണ കോട്ടക്കൽ പാതയിലെ പുത്തൂരിൽ നിരന്തരമായി ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ യോഗം തീരുമാനിച്ചു. നിരന്തരമായി വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന പെരിന്തൽമണ്ണ കോട്ടക്കൽ പാതയിലെ പുത്തൂരിൽ അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് യോഗം ചേർന്നത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, PWD ഉദ്യോഗസ്ഥർ, റാഫ് ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, പുത്തൂർ ആക്ഷൻ കൌൺസിൽ പ്രതിനിധികൾ എന്നിവരുടെ സംയുക്ത യോഗമാണ് നടന്നത്. പാതയിലുള്ള വലിയ ഇറക്കമാണ് നിരന്തരമായ അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഇറക്കത്തിൽ കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതും വേഗതാ നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലാത്തതും അപകടങ്ങൾ പതിവാകാൻ കാരണമാകുന്നു എന്നതാണ് വിലയിരുത്തൽ. അപകടങ്ങൾ കുറയ്ക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടനടി ചെയ്യാൻ കഴിയുന്ന പ്രശ്നപരിഹാര നടപടികൾ വേഗത്തിൽ നടപ്പിലാക്കാനും ശാശ്വതമായ സുരക്ഷാ ക്രമീകരണങ്ങൾ 3 മാസത്തിനുള്ളിൽ ഉറപ്പുവരുത്താനും ശ്രമങ്ങൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇവിടെ നമ്മൾ MVDയുടെയും അതുപോലെ PWDയുടെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാ ആക്സിഡൻ്റ് ആക്ഷൻ കൗൺസിലിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ ട്രാഫിക് റെഗുലേറ്ററി മീറ്റിംഗ് കൂടി അതിൽ വന്ന നല്ല നല്ല നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും എല്ലാം സമയബന്ധിതമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ തീരുമാനമെടുത്ത് യോഗം പിരിഞ്ഞു. അപകടങ്ങൾ ഇല്ലാതാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ ഉന്നത അധികാരികളെ സമീപിക്കാനും യോഗം തീരുമാനിച്ചു. വാഹനാപകട നിവാരണത്തിനായി പുത്തൂർ ജനകീയ ആക്ഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. പ്രതിഷേധങ്ങളെയും ജനങ്ങളുടെ ആശങ്കകളെയും കണക്കിലെടുത്താണ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത യോഗം ചേർന്നത്.